എല്ലാവർക്കും PBB കഫയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇമ്മോർട്ടൽസ് ഓഫ് മെലൂഹ എന്ന പുസ്തകം വായിച്ചിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വായിച്ചു വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ഇമ്മോർട്ടൽസ് ഓഫ് മെലൂഹ എന്ന്. അപ്പോൾ അതേ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പുസ്തകത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ വായിച്ചിട്ട് അതിൻ്റെ അഭിപ്രായമായിട്ട് വരാമെന്ന്. അപ്പോൾ പറഞ്ഞ പോലെ ഇന്ത്യൻ മിത്തോളജിക്കൽ ഫിക്ഷൻ്റെ സാമ്രാട്ടായ അമീഷ് ത്രിപാഠി രചിച്ച ശിവ ട്രിലോജിയിലെ സെക്കൻഡ് പാർട്ടായ ദ സീക്രട്ട് ഓഫ് നാഗാസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് സീക്രട്ട് ഓഫ് ദ നാഗാസ് എന്ന് പറയുന്ന പുസ്തകം. ആദ്യം തന്നെ പുസ്തകം എങ്ങനെയുണ്ടെന്ന് അങ്ങ് പറയാം. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത സാധനം. അപ്പൊ ഇത് ഒരു വൺസ് ഇൻ എ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം എടുത്ത് ആരും ആദ്യം തന്നെ വായിക്കരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇതിന് മുമ്പാണ് ദ ഇമ്മോർട്ടൽസ് ഓഫ് മെലൂഹ എന്ന് പറഞ്ഞ പുസ്തകം വരുന്നത്. അപ്പൊ ആദ്യം ആ പുസ്തകം വായിക്കുക. കാരണം ആ പുസ്തകം എവിടെയാണോ തീരുന്നത് അവിടെയാണ് ഇതിന്റെ കഥ തുടങ്ങുന്നത്. അതുപോലെ ഈ പുസ്തകത്തിന്റെ ഒരു പ്രോപ്പർ ബേസിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ആദ്യത്തെ പുസ്തകത്തിൻ്റെ റിവ്യൂ ചെയ്തപ്പോഴേ ഞാൻ ആ പുസ്തകത്തെ എത്ര പൊക്കിയെന്ന് നിങ്ങൾ ആ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ആണ്. കാരണം എനിക്ക് ആ പുസ്തകം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിലും മികച്ച ഒരു മിത്തോളജിക്കൽ ഫിക്ഷൻ ഉണ്ടാവുമോ എന്ന് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു. പക്ഷേ ഈ പുസ്തകം വായിച്ചപ്പോൾ ആ സംശയം അങ്ങ് ഒറ്റയടിക്ക് അങ്ങ് മാറിക്കിട്ടി. ആദ്യ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, ഒരു രക്ഷയില്ലാത്ത വേൾഡ് ബിൽഡിംഗ്, അടിപൊളി റൈറ്റിംഗ്, ഇതൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഈ ട്വിസ്റ്റുകളൊക്കെ വരുന്നത് ഈ മാലപ്പടക്കത്തിന് തിരികൊളുത്തുന്ന പോലെയാണ്. എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഈ പുസ്തകത്തിന്. ഫസ്റ്റ് പാർട്ടിനെക്കാളും ഒരുപാടധികം പുതിയ ക്യാരക്ടേഴ്സ് ഈ പുസ്തകത്തിലുണ്ട്. അതിപ്പം ഗണേഷ് ആയാലും കാളി ആയാലും പരശുരാമനായാലും. ഈ പരശുരാമനും ശിവനും ഒക്കെ കണ്ടുമുട്ടുമ്പോൾ അവിടെ ഒരു യുദ്ധമൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് രസമായിട്ടാണ് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നതെന്ന് അറിയുമ്പോൾ അതൊക്കെ വായിച്ചപ്പോൾ ഇങ്ങനെ രോമാഞ്ചം വരുമായിരുന്നു. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനും ആ ക്യാരക്ടർ അർഹിക്കുന്ന ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഒരു വേൾഡ് ഡെവലപ്മെൻറ്റ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു വേൾഡ് ബിൽഡിംഗ് ആയിരുന്നെങ്കിൽ ഈ പുസ്തകം അതിൻ്റെ എക്സിക്യൂഷനാണ്. അപ്പം കുറച്ചുകൂടെ ഫാസ്റ്റ് പേസ്ഡ് ആണ്, കുറച്ചുകൂടെ എൻഗേജിങ് ആണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. ട്വിസ്റ്റുകളുടെ കാര്യത്തിലായാലും പ്ലോട്ടിൻ്റെ കാര്യത്തിലായാലും ആ ഓവറോൾ ഫീലിൻ്റെ കാര്യത്തിലായാലും ഫസ്റ്റ് പാർട്ടിനേക്കാൾ ഒരു പടി മുകളിലാണ് ഈ പുസ്തകം നിൽക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത് ആ കാലത്ത് ഇന്ത്യയും ആ കാലത്ത് ഇവർ നടത്തിയ പോരാട്ടങ്ങളും അതുപോലെ നാഗന്മാരുടെ രഹസ്യങ്ങളും അതുപോലെ ഇത് കണ്ടുപിടിക്കാനായി ശിവൻ നടത്തുന്ന യാത്രകളും ഇതെല്ലാമാണ്. ആ യാത്ര എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പുസ്തകത്തിലെ യാത്രയ്ക്ക് തന്നെ മറ്റൊരു ഫീലാണ്. അതിന് ഒരു വൈബുള്ളൊരു യാത്രയാണ്. കാട്ടിലൂടെയും പുഴകളിലൂടെയും അതൊക്കെ വായിക്കാൻ തന്നെ എന്ത് രസമാണെന്ന്. അപ്പോൾ ഈ പുസ്തകം മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. പക്ഷേ ഞാൻ വായിച്ചത് ഇംഗ്ലീഷാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ഭാഷയിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അധികം പുസ്തകങ്ങളൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കാം. പക്ഷേ ഓർക്കുക, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ആദ്യം വായിക്കേണ്ടത്. പിന്നെ അപ്പോൾ എല്ലാവരും ഈ പുസ്തകം ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലും മറക്കരുത്.